ഹായ് ഓൾ, മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അറേബ്യ റെസിപ്പീസ് മിക്കതും നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. മജ്ബൂസും കബ്സയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് മജ്ബൂസ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി ചൂടായി വന്ന ഈ ഓയിലിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മജ്ബൂസിൽ ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത് ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് 3-4 തവണ ഉണ്ടാക്കി നോക്കിയതാണ് മജ്ബൂസ്. അപ്പോൾ ഇത് ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. ഇത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊന്നും ഇടാതെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടാണ് മജ്ബൂസ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ആ മസാലയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി ജസ്റ്റ് ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2 പട്ട ഇട്ട് കൊടുക്കാം, 5 ഏലക്ക ഇട്ട് കൊടുക്കാം, 4 ബേ ലീവ്സ്, ഇത് പട്ടയുടെ ഇലയാണ്. പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മസാല വരുന്ന സമയത്ത് മന്തിയേക്കാളും കൂടുതൽ ടേസ്റ്റ് മജ്ബൂസാണ് തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആ മസാലയുടെയൊക്കെ ഇത് നന്നായിട്ട് നമ്മുടെ റൈസിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 4 തക്കാളി ഇതുപോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അടുത്ത് പൊടിയുള്ളത് കൊണ്ടാണ് അതിട്ട് കൊടുത്തത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഉണക്കനാരങ്ങ ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ നാരങ്ങയുടെ തോല് ചിരകിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. 2 നാരങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പീസൊന്നും ആക്കിയിട്ടല്ല ഞാൻ ചേർത്തത്, ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഒന്ന് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക, എന്നാൽ നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഞാൻ മല്ലിയില കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ നന്നായിട്ട് വന്നോളും. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് മന്തിയരി ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയാലും നമുക്കതിൽ നിന്ന് കോരി മാറ്റി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ലാസ്റ്റ് ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കണം. എടുത്തു കഴിഞ്ഞതിന് ശേഷം വെള്ളം അളന്നിട്ട് നോക്കണം, നമ്മളെ ഗ്രേവി എത്ര ഉണ്ടെന്ന് നോക്കണം. അതിന് നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അളന്നിട്ട് ചെയ്തെടുക്കാം. എത്ര കപ്പാണോ നിങ്ങൾ അരി എടുക്കുന്നത്, 1 കപ്പ് അരിക്കാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് റൈസ് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളത്തിൽ തന്നെ വറ്റിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിൽ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ആ റൈസിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്കിത് മയോണൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പരം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.